കുഞ്ഞിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ പേര് മായ. ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു. ഞാൻ മസ്കറ്റിൽ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് ശ്രീകുമാർ. ഇതെൻ്റെ ഇളയ മകൻ കേശു. ഞങ്ങൾക്കൊരു മകൻ കൂടിയുണ്ട്. അവന് ഇപ്പം +1 പഠിക്കുന്നു. ഞാൻ 2024 സെപ്റ്റംബറിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് മാതാവിനെ പരിചയപ്പെടുന്നത് 2021 എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ മാതാവിനെ പരിചയപ്പെടുന്നത്. ഞാനൊരു അക്രൈസ്തവയാണ്. ഞാൻ 2021 പരിചയപ്പെടുന്ന സമയത്ത് എൻ്റെ കുടുംബജീവിതത്തിൽ ബിഗ് സീറോ ആയിരുന്നു. കുടുംബജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബജീവിതം വലിയ പ്രശ്നത്തിൽ പോയി. അവസാനം ഡൈവേഴ്സ് കേസിൻ്റെ വക്കിലോളം വന്നു. കുടുംബ കോടതിയിൽ കേസ് നടക്കുന്ന സമയമായിരുന്നു. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവില്ലാതെയുള്ളൊരു ജീവിതം, മറ്റുള്ളവരുടെ മുമ്പിലുള്ള പ്രയാസങ്ങൾ, അതൊക്കെ ഒരുപാട് അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഞാൻ ഒരുപാട് മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു. അന്ന് ഉടമ്പടിയെക്കുറിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ മെഴുകുതിരി കൊളുത്തി കണ്ണുനീരോടുകൂടി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അച്ഛൻ്റെ ധ്യാനങ്ങൾ കേൾക്കുമായിരുന്നു. പക്ഷേ ഉടമ്പടി എന്താണെന്നോ അതിൻ്റെ നിബന്ധനകളോ കാര്യങ്ങളോ ഒന്നും സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ 2022 ജൂലൈ 4 എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. എന്നെ വിഷ് ചെയ്യാൻ ആരുമില്ല. അങ്ങനെ ഞാനിങ്ങനെ മാതാവിനോട് സങ്കടത്തോട് പ്രാർത്ഥിച്ചു. മാതാവേ, 2023 ജൂലൈ 4 ആകുമ്പോഴത്തേക്ക് എൻ്റെ കുടുംബജീവിതം എനിക്കൊന്ന് ശരിയാക്കി തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 2022 ജൂലൈ 4 ഞാൻ മാതാവിൻ്റെ മുമ്പിലായിട്ട് ഞാനൊരു ചിറ്റ് പേപ്പറിനകത്ത് ജൂലൈ 4, 2023 എന്ന് എഴുതിയിട്ടു. 2022 ഓഗസ്റ്റ് 11 ഞാൻ ലീവിന് നാട്ടിൽ വന്നു. അപ്പോഴത്തേക്ക് എന്നെ വീട്ടിലെ ഹസ്ബൻഡ് അച്ഛനും അമ്മയും വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ നീ ഇങ്ങ് പോരാ. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ കേസ് കോടതിയിൽ കിടക്കുകയല്ലേ, അപ്പോൾ എങ്ങനെയാണ്? അതൊന്നും പ്രശ്നമില്ല, അതൊക്കെ അങ്ങ് അതിൻ്റെ വഴിയെ പൊക്കോളും, നീ ഇങ്ങ് പോര്, പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കുറേ തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു. എന്തോ മാതാവിൻ്റെ ശക്തമായ ഒരു ഇടപെടൽ അവിടെ ഉണ്ടായി. ഒരു അത്ഭുതം അവിടെ സംഭവിച്ചു. വേറെ ആരും എനിക്ക് മധ്യസ്ഥം പറയാനൊന്നും ഉണ്ടായില്ല. മാതാവിൻ്റെ മധ്യസ്ഥം മാത്രമാണ് അവിടെ ഉണ്ടായത്. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ അന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാതാവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു അത്. ഞാൻ ആ വർഷം ലീവിന് തിരിച്ച് 30 ദിവസത്തെ ലീവിനാണ് ഞാൻ പോകുന്നത്. ഞാൻ ലീവിന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ലീവിന് നാട്ടിൽ തിരിച്ച് കയറി പോകണം. അപ്പോൾ എനിക്ക് മാതാവിനെ വന്ന് കണ്ടിട്ടേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ ആദ്യമായിട്ട് ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ഞാനപ്പോൾ എൻ്റെ അമ്മയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മ, ആലപ്പുഴയിൽ ഇങ്ങനെ ഒരു മാതാവുണ്ട്, കൃപാസനം മാതാവാണ്, എനിക്ക് അമ്മയെ ഒന്ന് കാണണം. അമ്മയാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും തരുന്നത്. എൻ്റെ കൂടെ വരാൻ ആരുമില്ല, ഞാൻ എന്ത് ചെയ്യണം? ഹസ്ബൻഡിന് ജോലിക്ക് പോകണം, എന്താ ചെയ്യാം? അപ്പോൾ അമ്മ പറഞ്ഞു, അച്ഛൻ നിൻ്റെ കൂടെ വരും. അപ്പം ഞാൻ പറഞ്ഞു, അതെങ്ങനെ അച്ഛൻ വരുന്ന? അച്ഛന് ഇങ്ങനെ ഉള്ള പ്രാർത്ഥനകളിലൊക്കെ ഏറ്റവും കൂടുതൽ എതിർത്ത് നിൽക്കുന്ന ഒരാളാണ് അച്ഛന്. കാരണം ഞാൻ ഇങ്ങനെ ബൈബിൾ എടുക്കുന്നത് അതിനൊക്കെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരാൾ. അപ്പം ഇതിൽ കൂടുതലൊരു അനുഗ്രഹം, മാതാവിൻ്റെ സാന്നിധ്യം ഇനി നമുക്ക് എന്താ ഉള്ളത്? പിന്നെ അതുകൊണ്ട് പിന്നെ അച്ഛൻ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല, അച്ഛൻ വരും നിൻ്റെ കൂടെയെന്ന്. അങ്ങനെ അച്ഛൻ അന്ന് എൻ്റെ കൂടെ ഇവിടെ വന്നു. ഞങ്ങൾ അന്ന് ഉടമ്പടി കാര്യങ്ങൾ അറിയത്തില്ല. ഞങ്ങളിവിടെ വന്ന മാതാവിൻ്റെ അടുത്ത് കുറേ നേരം ഞാൻ നിന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ ഇവിടെ അൾത്താരയിലിരുന്നു. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ, എല്ലാവരും ഇങ്ങനെ കുഞ്ഞുങ്ങളെ കളിപ്പിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം, എനിക്കും കൂടെ ഒരു കുഞ്ഞിനെ തരുമോ? അന്ന് 13 വർഷത്തെ ഗ്യാപ്പുണ്ട്. മൂത്ത മകൻ അന്ന് 13 വയസ്സുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്കും കൂടെ അമ്മ, എനിക്കൊരു കുഞ്ഞിനെ തരുമോ എന്ന്. വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല. കാരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ കുടുംബജീവിതം നേരെയാകുക എന്നുള്ളതായിരുന്നു. അത് സാധിച്ചു കിട്ടി. അതുകൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ്, എനിക്കൊരു കുഞ്ഞിനെ തരണേ, എനിക്ക് കളിപ്പിക്കാനും മറ്റുള്ളവർ കളിപ്പിക്കുമ്പോൾ സന്തോഷം. എനിക്കതാണ് എൻ്റെ വലിയ ആഗ്രഹം. സത്യം പറഞ്ഞാൽ എൻ്റെ പീരീഡ്സ് നോർമലല്ല. ഒരു കാര്യങ്ങൾ ഒരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. അപ്പം വയസ്സ് 37 ഉണ്ട്. എനിക്കറിയത്തില്ല, ഒരു രണ്ടാമതൊരു കൊച്ച് സത്യം പറഞ്ഞാൽ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. പീരീഡ്സൊക്കെ 1-2 ദിവസം അത്രയേ ഉള്ളൂ, ഒരു ഇതേ എൻ്റെ ജീവിതത്തിലുള്ളൂ. അങ്ങനെ എന്തായാലും പ്രാർത്ഥിച്ചു. തിരിച്ച് ഞാൻ ലീവ് കഴിഞ്ഞ് കയറി ചെന്ന് 1 മാസം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് UPT പോസിറ്റീവായി. അത് വലിയൊരു അത്ഭുതമായി. ഞങ്ങൾ വലിയ സന്തോഷമായി. എൻ്റെ ചേച്ചി അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരോട് ഡോക്ടറെ കാണാൻ പോയി. ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, സ്കാനിങ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാനിങ് ചെയ്തപ്പോഴത്തേക്ക് ഒരു വലിയ വിഷമത്തിനിടയായി. അവിടെ ഗർഭാശയത്തിൽ ഒരു മുഴയുണ്ട്. യാതൊരു രീതിയിലും പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. 2 ദിവസത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ബെഡ് റെസ്റ്റ് എടുക്കണം. നിങ്ങൾ സ്റ്റാഫ് നേഴ്സസ് ആയതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ ഇപ്പോൾ വീട്ടിൽ വിടുവാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ് നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് നാട്ടിൽ പോയി ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ
വീട്ടിൽ ചെന്ന് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം ഇത്രയും ഒരു സന്തോഷം തന്നിട്ട് അതിൻ്റെ പുറകിൽ ഇത്രയും ഒരു വിഷമം വന്നപ്പോഴത്തേക്ക് ദൈവത്തെ അറിയാതെ എനിക്കറിയത്തില്ല, ഭയങ്കരമായിട്ട് വിഷമിച്ചു. പക്ഷേ എന്നാലും ഞാൻ മാതാവിനെ കൈവിട്ടില്ല. കാരണം മാതാവ് എനിക്ക് തന്നതാണെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ ചേച്ചി ക്രിസ്ത്യൻസിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, മാതാവിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞു, എടി നിൻ്റെ എല്ലാം മെൻസ്ട്രൽ ഡേറ്റിൻ്റെ ലാസ്റ്റ് ഓഗസ്റ്റ് 7 വരുന്നത്. അപ്പം നിനക്ക് EDC അതായത് ഡെലിവറി ഡേറ്റ് വരുന്നത് മെയ് 13, അതായത് മാതാവിൻ്റെ മാസമാണ്. നിനക്ക് മാതാവ് തന്ന കുഞ്ഞാണ്, നിനക്കൊരു പ്രശ്നം ഉണ്ടാവത്തില്ല, നിനക്ക് തീർച്ചയായിട്ടും ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, നീ ധൈര്യമായിട്ട് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്കാനിങ് കഴിഞ്ഞു, വീട്ടിൽ വന്നു. ഞാൻ വെറുതെ ഫേസ്ബുക്ക് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ജോമോൾ സിസ്റ്ററിൻ്റെ ഒരു രോഗസൗഖ്യ പ്രയറാണ് അപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലിങ്ങനെ പറയുന്നു, ഗർഭാശയ മുഴയുള്ള ഒരാളുടെ മുഴ പൊട്ടിപ്പോകുന്നതായിട്ട് കാണുന്നു എന്ന് പറഞ്ഞു. സത്യമായിട്ട് ഇപ്പോഴും എനിക്ക് മേല് വരുക്കുന്നു. ഞാൻ അപ്പോഴത്തേക്ക് ദൈവമേ അത് എൻ്റേതാക്കി ഞാനങ്ങ് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് 2ാമത്തെ ദിവസം നമുക്ക് സ്കാനിങ് റിപ്പീറ്റ് ചെയ്യണമായിരുന്നു. റിപ്പീറ്റ് ചെയ്തു. ഞാൻ മാതാവിൻ്റെ ഒരു ലോക്കറ്റ് എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ടാണ് ഞാൻ സ്കാനിങ്ങിന് കിടന്നത്. ആ സമയത്ത് സ്കാനിങ് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു, ആ മൊഴി അവിടെ ഇല്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ലേ? ഇല്ല. ഞാൻ പറഞ്ഞു, അതപ്പോൾ എവിടെ പോയി? അതറിയത്തില്ല, അത് ഒന്നും കാണുന്നില്ല, ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞില്ല, ഒരു ബ്ലീഡിങ്ങും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അങ്ങനെ വേറൊരു ഡോക്ടർ റേഡിയോളജിസ്റ്റാണ് ചെയ്യുന്നത്, ഗൈനക്കോളജിസ്റ്റിനെ വിളിച്ച് കൺഫേം ചെയ്തു, ഒരു മുഴ അവിടെ ഇല്ല. അങ്ങനെ വലിയൊരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ചു. അതെല്ലാം കഴിഞ്ഞ് അതിന് ശേഷം പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തു. ഒരു മകനുണ്ടായി, അവനിപ്പം 3.25 വയസ്സുണ്ട്. അവന് 1.5 വയസ്സുള്ളപ്പോഴാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത്, 2024 സെപ്റ്റംബറിൽ. അപ്പോൾ അവിടെ ഞാൻ മസ്കറ്റിലായിരുന്നു കുഞ്ഞിനെയും കൊണ്ട്. ആ സമയത്ത് അവന് ഡെവലപ്മെൻറ്റ് ഡിലേ ഉണ്ടായിരുന്നു, നടക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്ക് അവൻ്റെ ശരീരത്തിൽ 1-2 കറുത്ത പുള്ളികൾ പോലെയുണ്ട്. അപ്പം മെഡിക്കൽസിൽ അതിൽ ന്യൂറോഫൈബ്രോമാറ്റോസിസ് എന്ന് പറയുന്നൊരു അസുഖം, സത്യമായിട്ടും മെഡിക്കൽ ഫീൽഡാണ് എന്ന് ഞാൻ എന്നാൽ പോലും എനിക്കതിനെക്കുറിച്ച് വലിയൊരു അറിവൊന്നും ഇല്ലാത്തൊരു അസുഖം, എന്തുവാന്ന് പോലും കേട്ടിട്ടില്ലാത്തൊരെണ്ണം. അങ്ങനെ ഞാനതിനകത്ത് ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്തു. അപ്പോൾ പറയുന്നത് ന്യൂറോൺസ് എന്ന് പറയുന്നതിനകത്തൊരു ട്യൂമർ പോലെ എന്തോ ഒരു സംഭവം വരുന്നു. അങ്ങനെ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളാണ്. സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല എന്ത് ചെയ്യണം, ഏതാ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ ദൈവത്തെ വിളിച്ച് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. പിറ്റേ മാസം എനിക്ക് ലീവിന് വരേണ്ട സമയമായിരുന്നു. ഞാൻ ലീവിന് വന്നു. ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് മാതാവ് തന്ന കുഞ്ഞാണ്, ഞാൻ കൃപാസനത്തിൽ വന്ന് അമ്മയെ കണ്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് മേടിച്ചിട്ട് മാത്രമേ ഞാൻ ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് ഇറങ്ങിത്തിരിക്കത്തുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ 30 ദിവസത്തെ ലീവേ ഉള്ളൂ. ഞാൻ ഇവിടെ വിളിച്ചപ്പോഴത്തേക്ക് അച്ഛൻ എന്തോ പ്രോഗ്രാമിലാണ്, അച്ഛനെ കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 2 ആഴ്ച പോയി. ഞാൻ വിചാരിച്ചു എത്ര ദിവസം പോയാലും ശരി തന്നെ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഇതിന് പോകത്തുള്ളൂ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അച്ഛനെ ആദ്യമായിട്ട് അങ്ങനെ വന്ന് ഉടമ്പടി എടുത്തു. അന്ന് അച്ഛനെ കണ്ടു, അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് മേടിച്ചു. ഞങ്ങൾ അതിന് ശേഷം കിംസ് ഹോസ്പിറ്റലിൽ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ കൽപ്പന മേഡത്തെ പോയി കണ്ടു. ഞങ്ങൾ MRI ചെയ്തു. ആ MRI ചെയ്യുന്ന സമയത്ത് MRIക്ക് അവനെ വിടുന്നതിന് മുമ്പ് ഉടമ്പടി തൈലവും കാശിരൂപം അവൻ്റെ അരയിലൊരു ചരടിനകത്ത് കെട്ടി അത് ഇട്ടു. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ എന്നാലും ഞാൻ ആ ഉടമ്പടി കാശിരൂപം ആ ചരടിനകത്ത് കെട്ടി അവന് MRIക്ക് വിട്ടു. അതിൽ ഉടമ്പടി കാശിരൂപവും പൂശി, ഉടമ്പടി തൈലവും പൂശി, ഉടമ്പടി ഉപ്പും അവന് കൊടുത്തതിന് ശേഷമാണ് ഞാൻ MRIക്ക് അവനെ വിടുന്നത്. 1.5 വയസ്സുള്ള കുഞ്ഞായതുകൊണ്ട് അമ്മയ്ക്കും കൂടെ നിൽക്കാമായിരുന്നു. ആ MRI ചെയ്ത 45 മിനിറ്റ് ഞാൻ മുട്ടുമേൽ നിന്ന് മാതാവിനോട് ശക്തമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ നീ എനിക്ക് തന്ന കുഞ്ഞാണേ, അതിനൊരാപത്തും വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ 45 മിനിറ്റും കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. MRI റിസൾട്ട് വന്നു. കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല, MRI റിസൾട്ട് നോർമലാണ്. അങ്ങനെ ഒരു വലിയൊരു അത്ഭുതം അമ്മ എൻ്റെ ജീവിതത്തിൽ നടത്തി തന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനെ കോടാനുകോടി സ്തോത്രം അർപ്പിക്കുന്നു. എൻ്റെ ഉടമ്പടി ജീവിതം പത്രം ഇതിലിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഓരോ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഞാൻ ഒരുപാട് വട്ടം ഞാൻ ജോസഫച്ചനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ജോസഫച്ചനുമായിട്ട് സന്തോഷമായിട്ട് പലയിടത്തും അങ്ങനെയൊക്കെയുള്ള ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ജീവിതത്തിൽ. ദൈവമേ എനിക്കെന്തോ വലിയ കാര്യങ്ങൾ നടക്കുന്നു, അങ്ങനെയുള്ള സന്തോഷമാണ്. അതുപോലെ എൻ്റെ മെഴുകുതിരിയിൽ പച്ചത്തിരിയിലും നീലത്തിരിയിലും ഒരുപാട് വട്ടം മാതാവിൻ്റെ റോസാപ്പൂ എനിക്ക് ദൃശ്യമായിട്ടുണ്ട്. എൻ്റെ ഫോണിൽ അതിൻ്റെയൊക്കെ ഫോട്ടോയുണ്ട്. അങ്ങനെ എനിക്ക് എന്ത് വിഷമങ്ങൾ വന്നാലും ഒരു കാര്യമല്ല, എനിക്ക് ഒരു മണിക്കൂറിലോ 2 മണിക്കൂറിലോ തീരാത്ത അനുഗ്രഹങ്ങളാണ് മാതാവ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നിരിക്കുന്നത്. അതുപോലെ എൻ്റെ പ്രൊഫഷണൽ ലൈഫിലായാലും ഇപ്പോൾ നമ്മുടെ കോൺട്രാക്റ്റ് പുതുക്കുന്നു, സാലറി ഇൻക്രിമെൻറ്റ്, അങ്ങനെ എന്തൊരു കാര്യത്തിന് നമ്മുടെ സൂപ്പർവൈസേഴ്സിനെ കാണാൻ പോകുന്നതിനൊക്കെ മുമ്പ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഉടമ്പടി ഉപ്പ് ഞാൻ അവിടെ കൊണ്ടുവന്ന് എപ്പോഴും കൈ പോകുമ്പോൾ ഉടമ്പടി ഉപ്പ് ശകലം എടുത്ത് എൻ്റെ കയ്യിൽ വെച്ചേക്കും. എവിടെയെങ്കിലും ആ ടേബിളിലോ അങ്ങോട്ട് കയറുന്നതിൻ്റെ വാതിലിലോ എവിടെയെങ്കിലും ഞാനൊന്ന് പൂശിയേക്കും. അതുപോലെ എന്തെങ്കിലും
എന്തെങ്കിലും ഒരു പേപ്പറോ കാര്യങ്ങളോ ഒന്ന് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ആ ഉടമ്പടി തൈലം ഞാൻ ആ പേപ്പറിനകത്തൊന്ന് തൊടും. ഒരു ലീവ് പേപ്പർ കൊടുക്കുമ്പോൾ പോലും ഞാനത് കൊടുത്തിട്ടാണ്, അത് ചെയ്തിട്ടാണ് ഞാൻ ആ പേപ്പർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ മകൻ, ഞങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ഞങ്ങൾ ഹിന്ദുക്കളായിട്ടാണ് അവർ ജീവിക്കുന്നത്. എൻ്റെ അമ്മയാണ് കുഞ്ഞിനെ നോക്കുന്നത്. എന്നാലും അമ്മ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഉടമ്പടി ഉപ്പും തൈലവും തേനും എൻ്റെ കുഞ്ഞിന് കൊടുത്തിട്ടാണ് കിടത്തുന്നത്. അമ്മ പറയും, എടി ഒരു ദിവസം അത് കൊടുത്തില്ലെങ്കിൽ കൊച്ചിന് ഭയങ്കര കരച്ചിലും ഭയങ്കര ഒരു വെപ്രാളം, ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് അമ്മ ഇനി എത്ര ഒന്ന് ഉറങ്ങിപ്പോയാലും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ചിലപ്പം കൊടുക്കുന്നത് കാണാം. അങ്ങനെ എന്നെക്കാട്ടി വിശ്വാസം ഞങ്ങളുടെ വീട്ടിൽ ഓരോരുത്തർക്കും ഉണ്ട്. പിന്നെ നമ്മുടെ പത്രങ്ങൾ എല്ലായിടത്തും ഞാൻ കൊണ്ടു കൊടുക്കും. ഞാൻ കിംസിൽ കൊച്ചിനെയും കൊണ്ട് സ്കാനിങ്ങിന് ഇരിക്കുന്ന സമയത്ത് അച്ഛനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഉടമ്പടി പത്രം കൊണ്ട് നമ്മുടെ ICUയിലും അവിടെയുള്ള സ്റ്റാഫുകൾക്കും എല്ലാം കൊണ്ട് കൊടുത്തു. അതുപോലെ ഫ്ലൈറ്റിലായാലും ബസ്സിലായാലും എവിടെയെങ്കിലും എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആൾക്കാരോട് എനിക്കൊരു സാക്ഷ്യം പറയാൻ പറ്റുന്നിടത്ത് എൻ്റെ ഈ കാര്യങ്ങളെല്ലാം സുവിശേഷം ഞാൻ പറയാറുണ്ട്. എനിക്ക് അത് പറയുന്നത് വലിയ സന്തോഷമാണ്. അതിന് 1 മണിക്കൂറായിക്കോട്ടെ 2 മണിക്കൂറായിക്കോട്ടെ, എന്തോ അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എനിക്കങ്ങ് വലിയൊരു സന്തോഷമാണ്. ഞാനിപ്പോൾ ലീവിന് വന്നതാണ്, എനിക്കിനി 2 ആഴ്ച കൂടെ ലീവുണ്ട്, എനിക്ക് തിരിച്ച് കയറി പോകണം. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിലുടനീളം ഞാൻ അമ്മയുടെ സാക്ഷിയായിട്ട് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഉടമ്പടിയിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ 91-ാം സങ്കീർത്തനം, 51-ാം സങ്കീർത്തനം, 123-ാം സങ്കീർത്തനം, ഇതെല്ലാം എനിക്ക് കാണാതെ അറിയാം. എല്ലാ ദിവസവും ജപമാലയുടെ കൂടെ ഞാനിതെല്ലാം ചെല്ലാറുണ്ട്. ഞാൻ മാതാവിനെ പൂർണ്ണമായിട്ട് എൻ്റെ ജീവിതത്തിൽ എന്തായാലും നല്ലതായാലും ചീത്തയായാലും എൻ്റെ മാതാവ് എനിക്ക് തന്നതാണ്. എൻ്റെ മാതാവ് ഈശോയുമാണ് എൻ്റെ ഇടതും വലതും നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ പെറ്റമ്മ പോലും ചില സമയത്ത് നമ്മളോട് പറയും, നീ അന്ന് എന്നെ അങ്ങനെ ചെയ്തില്ലേ, അല്ലെ ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ നമ്മുടെ ഈ അമ്മ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം മറന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു മാതാവാണ്. നമുക്ക് തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാതാവിനോട് മാപ്പ് ചോദിച്ച് മാതാവിൻ്റെ കൂടെ മാതാവിൻ്റെ കൈ പിടിച്ച് ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ ഇവിടെ നിർത്തി ഈ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് എന്നെ മാതാവിനെ ഈശോയ്ക്കും കോടാനുകൂടി സ്തോത്രം. കാരുണ്യപ്രവർത്തികൾ എനിക്ക് ശമ്പളം കിട്ടുന്ന സമയത്ത് എന്നാലാവുന്ന തുക, അതിനിപ്പം 2000 ആയിക്കോട്ടെ 5000 ആയിക്കോട്ടെ, അത് അർഹതപ്പെട്ടവർക്ക് നാട്ടിലിപ്പോൾ എവിടെയെങ്കിലും അനാഥാലയങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് അവരുടെ വസ്ത്രങ്ങൾക്ക് ആഹാരങ്ങൾക്ക് ഉള്ളത് ഞാൻ അയച്ചു കൊടുക്കും. പിന്നെ അല്ലാതെ നമ്മളവിടെ കാണുമ്പോൾ അർഹതപ്പെട്ടവരെന്ന് തോന്നുന്നവർക്ക് എൻ്റെ കയ്യിൽ എത്ര രൂപയാണോ ഉള്ളത് ആ പൈസ ഞാൻ അവിടെ കൊടുക്കാറുണ്ട്. പിന്നെ ആഹാരം എന്നെ കൊണ്ട് പറ്റുന്നത്, ഇപ്പം അന്നേരം എന്താണ് കിട്ടുന്നത്, നമുക്ക് പൊതിച്ചോറ് കൊടുക്കാനൊന്നും അവിടെ ഒരു സൗകര്യമോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പം എന്തെങ്കിലും ചോറ് മേടിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അല്ലാതെ എന്തെങ്കിലും ഒരു ആഹാര സാധനങ്ങൾ മേടിക്കാൻ പറ്റുമോ, അത് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ ഒരുപാട് മാറി. കാരണം പണ്ടൊക്കെ നമുക്ക് മറ്റുള്ളവരുടെ വേദനയായിട്ട് തന്നെ നിൽക്കുന്നു. ഇപ്പം അങ്ങനെയല്ല, അവരുടെ വേദന നമ്മുടെയാണ്. അപ്പം നമുക്കറിയാതെ കരഞ്ഞു പോകും. നമ്മൾ എന്തോ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ഒരു ആംബുലൻസ് പോകും, അല്ലെങ്കിൽ ഒരാൾക്ക് സുഖമില്ലായിരിക്കും, ദൈവമേ അവരെ സൗഖ്യപ്പെടുത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അതൊക്കെ ഇപ്പോൾ ഈ ഒരു അമ്മയോട് അടുത്തതിന് ശേഷമുള്ള എൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങളാണ്. മാതാവ് ഈശോയും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി സ്തുതി പറയുന്നു. ഇനി ഇതുപോലെ ഇവിടെ നിന്ന് എൻ്റെ കുഞ്ഞുമായിട്ട് ഇന്ന് സാക്ഷ്യം പറയാൻ അമ്മ എനിക്ക് അവസരം തരുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു.